വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തുവന്ന എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും ഇനിയുള്ള 1 മണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. കോവിഡ് ബാധിതയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ്. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് കായംകുളം സ്വദേശി നൌഫലിന് ശിക്ഷ വിധിച്ചത്. പ്രതി 1,80,000 രൂപ പിഴയും ഒടുക്കണം. 2020 സെപ്റ്റംബറിലായിരുന്നു ഏറെ ഞെട്ടലുണ്ടാക്കിയ സംഭവം. കോവിഡ് കാലത്ത് കേരളം ഞെട്ടിയ സംഭവത്തിലാണ് നിർണായക വിധി. 108 ആംബുലൻസ് ഡ്രൈവറായിരുന്ന കായംകുളം സ്വദേശി നൌഫലിന് ജീവപര്യന്തം തടവും 1,80,000 രൂപ പിഴയും ശിക്ഷ. പന്തളത്തെ കോവിഡ് കെയർ സെന്ററിൽ എത്തിക്കേണ്ട രോഗബാധിതയുമായി പ്രതി ആറന്മുളയിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. ആളൊഴിഞ്ഞ മൈതാനത്ത് ആംബുലൻസിൽ വെച്ചാണ് പീഡനത്തിനിരയാക്കിയത്. 2020 സെപ്റ്റംബർ 5-നായിരുന്നു സംഭവം. വളരെ വലിയ വിജയം തന്നെയാണ്. അന്നത്തെ സാഹചര്യത്തിൽ അന്വേഷണം വളരെ സങ്കീർണമായിരുന്നു. ആ സാഹചര്യത്തിൽ വളരെ വിജയം തന്നെയാണ്. ശാസ്ത്രത്തിലും ഡിജിറ്റൽ തെളിവും ഉണ്ടായിരുന്നു. എല്ലാം തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. പീഡനശേഷം പ്രതി ക്ഷമാപണം നടത്തിയത് യുവതി തന്നെ മൊബൈലിൽ പകർത്തി പോലീസിന് കൈമാറി. ഇതുൾപ്പെടെ ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ ഹാജരാക്കി. 55 സാക്ഷികളാണ് പ്രതിക്കെതിരെ കോടതിയിൽ മൊഴി നൽകിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിചാരണ പൂർണ്ണമായി വീഡിയോയിൽ പകർത്തിയായിരുന്നു കേസിന്റെ വിചാരണ. കോവിഡ് കാലത്ത് ആരോഗ്യവകുപ്പ് ഏറെ പഴികേട്ട കേസിലാണ് സെഷൻസ് കോടതി ഇന്ന് വിധി പറഞ്ഞതെന്നതും ശ്രദ്ധേയം. 24 പത്തനംതിട്ട. മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായിട്ട് മയവില്ലാതെ IAS തലപ്പത്തെ പോര്. ഹിയറിംഗിനായി N പ്രശാന്ത് മുന്നോട്ട് വെച്ച ഉപാധികൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തള്ളി. ഹിയറിംഗ് തത്സമയം പുറത്തുവിടണം, ശബ്ദവും ദൃശ്യവും റെക്കോർഡ് ചെയ്യണം എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. പ്രശാന്തിനെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് സർക്കാർ ആലോചിക്കുമ്പോഴാണ് ഹിയറിംഗ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഹിയറിംഗ് ദൃശ്യം തത്സമയം പുറത്തുവിടാൻ ആവശ്യപ്പെടുന്നത് അസാധാരണ നടപടിയെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ നിലപാട്. അച്ചടക്ക നടപടിയുടെ ഭാഗമായതിനാൽ രഹസ്യ സ്വഭാവമുണ്ടെന്നും സർക്കാർ പറയുന്നു. IAS സർവീസ് ചട്ടത്തിൽ അക്കാര്യം പറയുന്നില്ല. തെളിവെന്ന നിലയിൽ വീഡിയോ റെക്കോർഡിംഗ് ആവശ്യപ്പെടാമെങ്കിലും ലൈവ് സ്ട്രീമിംഗ് അസാധാരണമാണെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അടുത്തയാഴ്ച ഹിയറിംഗ് നടത്തുന്നത്. സസ്പെൻഷനെ ചൊല്ലി ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ പരസ്യമായി വാക്പോര് തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടാകുന്നത്. കഴിഞ്ഞ നവംബറിലാണ് N പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. 24 തിരുവനന്തപുരം. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ച കേസിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. CBI കൊച്ചി യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. അഴിമതിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള മറുപടിയാണ് ഹൈക്കോടതി ഉത്തരവെന്ന് പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ പ്രതികരിച്ചു. ജസ്റ്റിസ് K ബാബുവിന്റെ ബെഞ്ചാണ് മുൻ ചീഫ് സെക്രട്ടറിയും നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്വേഷണ ചുമതല CBI കൊച്ചി യൂണിറ്റിന് കൈമാറിയ കോടതി കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വിജിലൻസ് എത്രയും വേഗം CBI സംഘത്തിന് കൈമാറണമെന്നും നിർദ്ദേശിച്ചു. പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. പണവും സ്വാധീനവും അധികാരവും ഉണ്ടെങ്കിൽ കോടതിയെല്ലാം തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ കോടതിയെല്ലാം വിലക്കെടുത്ത് ഇതെല്ലാം അന്വേഷണത്തെ അട്ടിമറിക്കാം എന്ന് ശ്രീ KM എബ്രഹാമത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ചിട്ടും വിലപ്പോയില്ല. നീതി ഇവിടെ കിട്ടും പുലരുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. KM എബ്രഹാം 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു ഹർജി. സംസ്ഥാന വിജിലൻസ് KM എബ്രഹാമിനെതിരായ പരാതി അന്വേഷിച്ച് തള്ളിയിരുന്നു. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കെയാണ് അന്വേഷണം നടന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് KM എബ്രഹാമിന്റെ വീട് അളന്നതും അദ്ദേഹത്തെ ചോദ്യം ചെയ്തതും വിവാദമായിരുന്നു. എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറി. എന്നാൽ എൽസ്റ്റൺ എസ്റ്റേറ്റിന് 17 കോടി രൂപ അധികമായി നൽകണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. ഏറ്റെടുത്ത ഭൂമിക്ക് പകരമായി 26 കോടി രൂപ നൽകാനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിൽ നഷ്ടപരിഹാരം സംബന്ധിച്ച ആക്ഷേപം ഉന്നയിച്ച് എൽസ്റ്റൺ എസ്റ്റേറ്റ് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി ഏറ്റെടുക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിന് 17 കോടി രൂപ കൂടി അധികമായി നൽകണം. ഹൈക്കോടതി രജിസ്ട്രിയിൽ തുക നിക്ഷേപിക്കാനും കോടതിയുടെ നിർദ്ദേശമുണ്ട്. നേരത്തെ നഷ്ടപരിഹാരമായി കെട്ടിവെക്കാൻ നിർദ്ദേശിച്ച 26 കോടി രൂപയ്ക്ക് പുറമെയാണ് പുതിയ തുക. ഭൂമിയുടെ ന്യായവിലയിൽ മാറ്റം വന്നതിനാലാണ് കൂടുതൽ തുക കെട്ടിവെക്കേണ്ടി വരുന്നത്. തങ്ങൾക്ക് നഷ്ടപരിഹാര തുക നേരിട്ട് ലഭിക്കണമെന്നും അല്ലാത്തപക്ഷം ഭൂമി ഏറ്റെടുക്കുന്നത് തടയണമെന്നുമായിരുന്നു എൽസ്റ്റന്റെ ആവശ്യം.
ഒപ്പം 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം വേണം ഭൂമി ഏറ്റെടുക്കാനെന്നും ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള 26 കോടി രൂപയുടെ നഷ്ടപരിഹാരം തീരെ കുറവാണെന്നും എൽസ്റ്റന്റെ അഭിഭാഷകൻ വാദിച്ചു. ഹാരിസന്റെ ഉടമസ്ഥതയിലുള്ള നെടുമ്പാല എസ്റ്റേറ്റിലെ 65 ഹെക്ടറും എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 78 ഹെക്ടർ ഭൂമിയുമാണ് പുനരധിവാസ പദ്ധതിക്കായി ഏറ്റെടുക്കാൻ നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ തൽക്കാലം എൽസ്റ്റന്റെ എസ്റ്റേറ്റ് മാത്രം ഏറ്റെടുത്താൽ മതിയെന്ന് സർക്കാർ പിന്നീട് തീരുമാനം തിരുത്തി. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. തൃശൂർ മാളയിൽ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ ജനരോഷം ശക്തം. ലൈംഗിക ഉപദ്രവം ചെറുത്തതിന്റെ വൈരാഗ്യത്തിലാണ് കുട്ടിയെ കുളത്തിൽ മുക്കി കൊന്നത് എന്നാണ് അയൽവാസിയായ പ്രതി ജോജോയുടെ മൊഴി. പ്രതിയുമായി പോലീസ് സ്ഥലത്ത് ഇന്ന് തെളിവെടുപ്പ് നടത്തും. വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്തുള്ളത്. കൊലപാതകത്തിന്റെ രീതിയും കാരണവും ഞെട്ടിക്കുന്നതാണ്. കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന 6 വയസ്സുകാരനെ ജോജോ വിളിച്ചുകൊണ്ടുപോയി. ആളൊഴിഞ്ഞ പറമ്പിലെത്തിച്ച് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇതിനു വഴങ്ങാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു. മാലിന്യം നിറഞ്ഞ കുളത്തിൽ കുഞ്ഞിനെ ചവിട്ടിത്താഴ്ത്തി. മരണമുറപ്പിച്ച ശേഷമാണ് ജോജോ സ്ഥലം വിട്ടത്. പിന്നീട് ഒന്നുമറിയാതെ നാട്ടുകാർക്കൊപ്പം 6 വയസ്സുകാരന് വേണ്ടിയുള്ള തിരച്ചിലിലും പങ്കാളിയായി. ഇവിടെ മോഷണക്കേസിലെ പ്രതിയാണ്. അവൻ ഒരു പ്രാവശ്യം ജയിലിൽ പോയിട്ടുണ്ട്. 2-3 മാസം ജയിലിൽ കിടന്നേക്കനാണ്. പിന്നെ ഇവിടെ ചെറിയ കളവുകളൊക്കെ അവനുണ്ട്. പിന്നെ അവൻ ഞങ്ങളോടൊപ്പം തന്നെ നടന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ സംസാരത്തിൽ ഇത് വന്നപ്പോൾ SI എടുത്ത് ഞാൻ പറഞ്ഞു, സാറേ അവനൊന്ന് വണ്ടി കയറ്റി കൊണ്ടുപോയി ഒന്ന് ചോദ്യം ചെയ്താൽ അവൻ പറയും. ജോജോയ്ക്ക് പിന്നാലെ കുട്ടി ഓടിപ്പോകുന്ന CCTV ദൃശ്യങ്ങളാണ് നിർണായകമായത്. ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത ജോജോയുടെ അറസ്റ്റ് രാവിലെ രേഖപ്പെടുത്തി. പോക്സോ, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം എന്നീ വകുപ്പുകളാണ് ചേർത്തത്. ബൈക്ക് മോഷണമടക്കം വിവിധ കേസുകളിൽ മുൻപും ജോജോ പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. 24 തൃശൂർ. മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരനും മുഖ്യപ്രതിയുമായ തഹാവൂർ റാണ ചോദ്യമുനയിൽ. കനത്ത സുരക്ഷയിൽ NIA ആസ്ഥാനത്താണ് 12-അംഗ സംഘം റാണയെ ചോദ്യം ചെയ്യുന്നത്. തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതിന്റെ ചിത്രങ്ങൾ അമേരിക്ക പുറത്തുവിട്ടു. ഡൽഹി NIA ആസ്ഥാനത്ത് പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന സെല്ലിലാണ് തഹാവൂർ റാണയെ പാർപ്പിച്ചിരിക്കുന്നത്. CCTV അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. 12-അംഗ അന്വേഷണ സംഘം രാവിലെയോടെ NIA ആസ്ഥാനത്തെത്തി തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. NIA ഉദ്യോഗസ്ഥർ, രഹസ്യാന്വേഷണ ഏജൻസികൾ, തീവ്രവാദ വിരുദ്ധ ക്രിമിനോളജി എന്നിവയിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ, ഫോറൻസിക് സൈക്കോളജിസ്റ്റുകൾ എന്നിവർ അടങ്ങുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം. കേസിലെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായുള്ള റാണയുടെ ബന്ധം, ഇന്ത്യ സന്ദർശനം, പാക് ഭീകര സംഘടനകളുമായുള്ള ബന്ധം എന്നിവ കേന്ദ്രീകരിച്ചാണ് റാണയിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടുന്നത്. അതിനിടെ റാണയെ ഇന്ത്യക്ക് കൈമാറിയ ചിത്രങ്ങൾ US പുറത്തുവിട്ടു. അതീവ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ചങ്ങലയിട്ട് റാണയെ കൈമാറുന്ന ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ജീവൻ നഷ്ടമായ 166 പേർക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് റാണയെ കൈമാറിയതെന്ന് അമേരിക്കൻ നീതിന്യായ വകുപ്പ് വ്യക്തമാക്കി. 20 ദിവസം കസ്റ്റഡി ആവശ്യപ്പെട്ടുവെങ്കിലും അന്വേഷണ സംഘത്തിന് 18 ദിവസമാണ് കോടതി അനുവദിച്ചത്. ഇതിനുള്ളിൽ തഹാവൂർ റാണയിൽ നിന്ന് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പരമാവധി വിവരങ്ങളും തെളിവുകളും ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. വിനീത VG, 24, ഡൽഹി. ഭൂപതിവ് നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ചട്ടം രൂപീകരിക്കുന്നതിൽ സർക്കാരിന് മുന്നിൽ പുതിയ തടസ്സം. മലയോര മേഖലയിൽ പട്ടയം അനുവദിക്കുന്നതിന് 1993 ഉണ്ടാക്കിയ ചട്ടത്തിന് വിരുദ്ധമാകുമോ എന്നതാണ് സർക്കാരിന് മുന്നിൽ പ്രതിബന്ധമായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ 2 തരത്തിലുള്ള നിയമോപദേശം ലഭിച്ചതും സർക്കാരിനെ കുഴക്കുന്നുണ്ട്. 24 എക്സ്ക്ലൂസീവ്. 1960 ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തി നിയമസഭ ബില്ല് പാസാക്കിയിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു. വീട് വെക്കാനും കൃഷി ആവശ്യത്തിനും പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്രമവൽക്കരിച്ച് നൽകുകയാണ് നിയമ ഭേദഗതിയുടെ പ്രധാന ഉദ്ദേശം. ഇടുക്കി ജില്ലയെ ഉദ്ദേശിച്ചു കൊണ്ടുവന്ന നിയമനിർമ്മാണം ചട്ടം കൊണ്ടുവരാത്തതിനാൽ ഇതുവരെ പ്രാബല്യത്തിലാക്കാനായിട്ടില്ല. നിയമവകുപ്പ് അംഗീകാരം നൽകിയ ചട്ടത്തിന് മുന്നിലുള്ള പ്രധാന തടസ്സം 1993 ചട്ടമാണ്. 1977 മുമ്പ് മലയോര മേഖലയിൽ കുടിയേറി പാർത്തവർക്ക് വനഭൂമി പതിച്ചു നൽകുന്നതിനുണ്ടാക്കിയ ചട്ടമാണിത്. വീട്, കൃഷി, ചെറിയ കട എന്നിവയ്ക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിബന്ധനയിലാണ് കേന്ദ്രം ഭൂമി കൈമാറിയത്. പതിച്ചു നൽകിയ ഭൂമിയിലെ അനധികൃത നിർമ്മാണങ്ങളെ ക്രമവൽക്കരിച്ച് നൽകുന്നതിനുള്ള പുതിയ ചട്ടത്തിന് കടകവിരുദ്ധമാണിത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ആരെങ്കിലും കോടതിയിൽ പോയാൽ ചട്ടമാകെ റദ്ദാക്കപ്പെടാമെന്നതാണ് പ്രശ്നം. അതാണ് ചട്ടം പുറത്തിറക്കാതെ സർക്കാർ അറച്ചു നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ നിയമവകുപ്പിൽ നിന്ന് 2 തരത്തിലുള്ള ഉപദേശം ലഭിച്ചതും ആശയക്കുഴപ്പം വർദ്ധിപ്പിച്ചു. 93 ചട്ടപ്രകാരമുള്ള പട്ടയങ്ങൾക്ക് മാത്രമായി പ്രത്യേക ചട്ടം കൊണ്ടുവരണമെന്നാണ് ഒരു ഉപദേശം. 93 പട്ടയത്തിന് മാത്രമായി പ്രത്യേക ചട്ടം കൊണ്ടുവന്നാൽ നിയമപരമായ വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നാണ് മറ്റൊരു ഉപദേശം. ഇതിന് പോംവഴി കണ്ടെത്താനാണ് ഈ മാസം 16-ന്
അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പിന്റെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചിരിക്കുന്നത്. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. മലപ്പുറം പരാമർശം വിവാദമായതിനിടെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് വേദി പങ്കിടും. വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി പദത്തിലെത്തിയതിന്റെ 30ാം വാർഷികാഘോഷ ചടങ്ങിലാണ് മുഖ്യമന്ത്രി എത്തുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശൻ എത്തിയതിന്റെ 30ാം വാർഷികാഘോഷം വൈകിട്ട് നടക്കുന്ന മഹാസംഗമവും സ്വീകരണ സമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ പി പ്രസാദ്, പി രാജീവ്, VN വാസവൻ, സജി ചെറിയാൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. നവോത്ഥാന സമിതി ചെയർമാൻ കൂടിയായ വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വിവാദ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വെള്ളാപ്പള്ളിയുമായി വേദി പങ്കിടുന്നതെന്നും ശ്രദ്ധേയം. വിവാദ പരാമർശത്തിൽ ഇതുവരെയും CPIM നേതൃത്വമോ മുഖ്യമന്ത്രിയോ പരസ്യമായി എതിർപ്പ് അറിയിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന നായകനാണെന്നും സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുന്നത് രാജ്യദ്രോഹ കുറ്റമല്ലെന്നുമായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. തന്റെ പരാമർശം മുസ്ലിങ്ങൾക്കെതിരെയല്ലെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വിശദീകരണം. 24 ആലപ്പുഴ. മുഖ്യമന്ത്രി പിണറായി വിജയന് സുരക്ഷയൊരുക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിലെ കടകൾ അടയ്ക്കണമെന്ന നിർദ്ദേശം വിവാദത്തിൽ. ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന 100-ലധികം ചെറുകിട കച്ചവടക്കാർക്കാണ് നോട്ടീസ് ലഭിച്ചത്. എന്നാൽ തെറ്റായ അറിയിപ്പാണ് പ്രചരിക്കുന്നതെന്ന് CPIM-ഉം അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് നിരോധനമില്ല എന്ന് പോലീസും പ്രതികരിച്ചു. KPMSന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 5-ന് ആലപ്പുഴ ബീച്ചിലെത്തുന്നത്. 4 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുള്ള പരിപാടിയിലാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ബീച്ചിലുള്ള കച്ചവടക്കാർക്ക് കട തുറക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. തുറമുഖ വകുപ്പ് അധികാരികളിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കരുതെന്ന നിർദ്ദേശം ആദ്യം ലഭിച്ചു. പിന്നീട് ഒരു ദിവസം മുഴുവനും കടകൾ അടച്ചിടാൻ 100ഓളം കടകൾക്ക് ആലപ്പുഴ സൗത്ത് പോലീസ് രേഖാമൂലം അറിയിപ്പ് നൽകിയെന്ന് വ്യാപാരികൾ പറയുന്നു. ഇന്നലെ 7:30 മണി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്. പിന്നെ കടപ്പാലം മുതൽ ഇങ്ങോട്ട് വടക്കോട്ടുള്ള കടകളെല്ലാം അടച്ചിടണം, സുരക്ഷയുടെ ഭാഗമാണ്. ഇന്നലെ 7:30 മണി നേരത്തെ അല്ല അറിയിപ്പ്. ആദ്യം വന്ന് 14 കടക്ക് ഗ്യാസ് കത്തിക്കില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ വന്നതാണ് ഈ കടകൾ. എന്നാൽ കടകൾ അടച്ചിടണമെന്നുള്ള പ്രചരണം തെറ്റാണെന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ 24നോട്. നമ്മൾ ഈ സെമി പെർമനൻ്റ് കടകളാണല്ലോ പലതും, അതിനകത്ത് ഗ്യാസ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അത് പോലീസുകാരവർ പറയുമല്ലോ, ഇത് ഈ ഗ്യാസ് ആ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല, ഇത്രയുള്ള പ്രശ്നം, വേറെ ഒരു പ്രശ്നമില്ല. നോട്ടീസ് വിവാദമായതോടെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് നിരോധനമില്ലെന്ന് പോലീസ് വിശദീകരണം. അറൗണ്ട് 20-25,000 എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ആ സമയത്ത് ക്ലോസ് പ്രോക്സിമിറ്റിയിലുള്ള കടകൾ, ആക്ച്വലി ആ ബീച്ചിൽ ഷോപ്സ് ഓൺ വീൽസാണ് പെർമിഷനുള്ളൂ. ഷോപ്സ് ഓൺ വീൽസ് പെർമിഷനുള്ളൂ. അത് അവിടുന്ന് മൂവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. ഇത് മൂവ് ചെയ്യാത്തതിനെ കൊണ്ടാണ് പിന്നെ അടയ്ക്കാൻ പറയേണ്ട ആവശ്യം വന്നത്. കപ്പലണ്ടി ബെജി വിൽപ്പന നടത്തുന്നവർ മുതൽ ഐസ്ക്രീം കച്ചവടക്കാരും കുടിവെള്ളവും ഉൾപ്പെടെ 100 കണക്കിന് കടകളാണ് ബീച്ചിലുള്ളത്. 24 ആലപ്പുഴ. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിനെതിരെ CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനം. വാർഷികാഘോഷത്തിന്റെ പ്രചാരണത്തിൽ മുഖ്യമന്ത്രിയെ മാത്രം ഉയർത്തിക്കാട്ടുന്നതിലാണ് വിമർശനം. രാജഭരണകാലത്തെ പോലെയാണ് ഇടതുമുന്നണിയുടെ പ്രവർത്തനമെന്നും കൂട്ടുകക്ഷി ഭരണമാണെന്ന് മറന്നുപോകരുതെന്നും നേതാക്കൾ വിമർശിച്ചു. സംസ്ഥാന കൗൺസിലിന്റെ അജണ്ടയിലുള്ള LDF എന്ന വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുത്തവരാണ് സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. ആഘോഷ പരിപാടികളുടെ പ്രചരണ ബോർഡുകളിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം മാത്രമേ ഉള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. ഇടതുമുന്നണിയുടെ പ്രവർത്തനം രാജഭരണകാലത്തെ പോലെ ആയിരിക്കുന്നുവെന്നാണ് വിമർശനം. കൂട്ടുകക്ഷി ഭരണമാണെന്ന് CPIM മറക്കുന്നു, മുഖ്യമന്ത്രിയെ മാത്രം ഉയർത്തിക്കാട്ടുന്നു. സർക്കാരിന്റെ വാർഷികത്തിലും മുഖ്യമന്ത്രിയെ മാത്രം ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഘടകകക്ഷി മന്ത്രിമാരെയും നേതാക്കളെയും പാടെ അവഗണിച്ചതായി സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ വിമർശിച്ചു. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിനായി വൻതുക ചെലവിടുന്നതിലും സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. വാർഷികാഘോഷങ്ങൾക്ക് ഇത്രയും ചെലവെന്തിനാണെന്ന് ചോദിച്ച കൗൺസിൽ അംഗങ്ങൾ പന്തലിന് പോലും ലക്ഷങ്ങൾ ചെലവിടുന്നതായി ചൂണ്ടിക്കാട്ടി. 24 തിരുവനന്തപുരം. പാർട്ടി മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകൾക്ക് ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനം. കർഷക ക്ഷേമനിധി ഉൾപ്പെടെ പ്രധാന പദ്ധതികൾ തടഞ്ഞുവെച്ച് വകുപ്പുകളെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. LDF പരിപാടികൾ CPIM ഏകപക്ഷീയമായി തീരുമാനിക്കുന്നുവെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. R ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, വിമർശനം എങ്ങനെ? ശ്രീജിത്ത്,
റിജിത്ത്, CPI സംസ്ഥാന കൗൺസിലിൽ ഇന്നത്തെ പ്രധാന അജണ്ട LDFുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. LDFുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കളാണ് CPI വകുപ്പുകളെ ഞെരുക്കുന്നു, CPI വകുപ്പുകൾക്ക് പണം അനുവദിക്കുന്നില്ല എന്ന വിമർശനം ഉന്നയിച്ചത്. കർഷക ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനം പോലും തുടങ്ങാനാവാത്തത് സർക്കാർ പണം അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പാർട്ടി ഭരിക്കുന്ന വകുപ്പുകളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമുണ്ട് എന്ന ആക്ഷേപമാണ് CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഉയർന്നത്. ഈ കാര്യത്തിൽ നേതൃത്വം ശക്തമായി ഇടപെടണം എന്ന ആവശ്യവും പ്രതിനിധികൾ മുന്നോട്ട് വെച്ചു. എന്നാൽ പാർട്ടി മന്ത്രിമാരും സർക്കാരും ക്ഷേമ പ്രവർത്തനങ്ങൾ ഊന്നി മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള പോസിറ്റീവായ വിമർശനവും ഈ ചർച്ചയിൽ ഉയർന്നു വന്നു. ഇതോടൊപ്പം തന്നെ CPM മുന്നണിയുടെ പരിപാടികളും മറ്റും ഏകപക്ഷീയമായി തീരുമാനിക്കുന്നുവെന്ന വിമർശനം വരുന്നു. മുഖ്യമന്ത്രിയെ മാത്രം ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണമാണ് നടക്കുന്നത്. അത് പ്രചരണം വ്യക്തികേന്ദ്രീകൃതമാകുന്ന ആയിപ്പോകാൻ പാടില്ല എന്ന വിമർശനവും ഈ ചർച്ചയിൽ ഉയർന്നു വന്നു. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ തൃശൂർ മാളയിലെ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി ജോജോയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. ലൈംഗിക ഉപദ്രവം ചെറുത്തതിന്റെ വൈരാഗ്യത്തിലാണ് കുട്ടിയെ കുളത്തിൽ മുക്കിക്കൊന്നത് എന്നാണ് അയൽവാസിയായ പ്രതി ജോജോ മൊഴി നൽകിയിരിക്കുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, കേരളത്തെ ആകെ നടുക്കിയ ക്രൂരതയാണ് ഉണ്ടായത്. അതിൽ വലിയ രീതിയിലുള്ള ജനരോഷവും അവിടെ ഉണ്ടാവുന്നുണ്ട്. കനത്ത സുരക്ഷയിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. വിശദാംശങ്ങൾ എന്താണ് അശ്വിൻ പാലാഴി? രജിത്ത്, ഇപ്പോൾ പ്രതിയുമായി പോലീസ് സംഘം എത്തിയപ്പോൾ തന്നെ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള രോഷം, പ്രതിക്ക് നേരെ കയ്യേറ്റ ശ്രമം അടക്കം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിയെ നാട്ടുകാർ തന്നെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ പോലീസ് സംഘം ഉണ്ടായിരുന്നെങ്കിലും സുരക്ഷിതമായി പോലീസിന്റെ ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഒഴിവാക്കി പ്രതിയെ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പോലീസിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. 100 കണക്കിന് പോലീസാണ് പ്രതിക്ക് വലയം സൃഷ്ടിച്ചുള്ളത്. എങ്കിലും നാട്ടുകാരുടെ വലിയ രോഷമാണ് നമ്മളിപ്പോൾ കണ്ടത്. അവരെ കല്ലെടുത്തെറിയുന്ന, ഒപ്പം പ്രതിയെ മുഖത്തടിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഈ പോലീസ് സന്നാഹത്തിന് തൊട്ടു പുറകെ തന്നെ നാട്ടുകാരുടെ വലിയ സംഘവും ഒപ്പം പുറകെ വരുന്നുണ്ട്. എന്തായാലും സ്വാഭാവികമായി ഉണ്ടാകുന്ന വലിയൊരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിയെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിപ്പോഴും തുടരുകയാണ്. പോലീസിന് പൂർണ്ണമായും പ്രതിയെ അവരുടെ വലയത്തിനുള്ളിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഒരു ഭാവമാറ്റവും ഇല്ലാതെയാണ് പ്രതി ഈ ക്രൈം നടന്ന സ്ഥലത്തേക്ക് വരുന്നത്. അത് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സ്ഥലത്ത് നിന്ന് തന്നെ ഈ പ്രതിയുമായുള്ള മറ്റ് പ്രതിയെ പിടിച്ചുകൊണ്ട് പോലീസ് പോകുന്നത്. ഈ വീടിന് സമീപത്ത് രാവിലെ മുതൽ തന്നെ വലിയ പോലീസിന്റെ സന്നാഹവും നിലയുറപ്പിച്ചിരുന്നു. ഈ പ്രതിഷേധം പോലീസ് നേരത്തെ തന്നെ മുന്നിൽ കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ 100 കണക്കിന് പോലീസിന്റെ സുരക്ഷ ആയിരുന്നെങ്കിൽ പോലും അത് മറികടന്നുകൊണ്ടുള്ള വലിയ പ്രതിഷേധം അണപൊട്ടി ഒഴുകുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ ക്രൈം നടന്ന സ്ഥലത്തേക്ക് പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. അവിടെ ഇനിയിപ്പോൾ ഈ കാട്ടിലൂടെയാണ്, ഈ ആളൊഴിഞ്ഞ സ്ഥലത്തൂടെയാണ് ഇന്നലെ ഈ 6 വയസ്സുകാരനുമായി ജോജോ എത്തിയത്. ഇവിടെ നിന്ന് ആണ് ഈ ലൈംഗികമായി കുട്ടിയെ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം ജോജോയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിനെ എതിർത്തതോടെ ഈ സമീപത്തുള്ള ഇപ്പോൾ പ്രതിയുമായി പോലീസ് സംഘം എത്തി നിൽക്കുന്ന ഈ സ്ഥലത്തെ കുളത്തിലേക്ക് കുട്ടിയെ ചവിട്ടിയിട്ട ശേഷം അവിടെ കഴുത്ത് ചവിട്ടി കുട്ടിയെ ഈ സമീപത്തുള്ള കുളത്തിലേക്ക് ഏറെ നേരം ഇട്ട ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. ആ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പ്രതിയോട് ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പിടിച്ചു അവൻ മോച്ചാ വീണ്ടും കയറി വന്നു, പിന്നെയും തട്ടിയിട്ടു, പിന്നെയും കയറി വന്നു, പിന്നെ തട്ടിട്ടു. ഞാൻ പോയി. അല്ല തട്ടിട്ട് പിന്നെ അവനെന്താ ചെയ്തത്? അവൻ താന്നു പോയാ? അപ്പൊ നീ എന്ത് ചെയ്തു? താന്നു പോയിപ്പോ പോയി. അപ്പൊ അവന് കൊല്ലാൻ വേണ്ടി തന്നെ 3 പ്രാവശ്യം ഉന്തിട്ടതല്ലേ? റിജിത്ത്, എങ്ങനെയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പ്രതി ജോജോ പോലീസിനോട് പറഞ്ഞത്. അത് വളരെ ഞെട്ടിക്കുന്നതാണ്. അദ്ദേഹം ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിനിടെ ഈ കുട്ടി അത്
ഈ പീഡിപ്പിക്കാനുള്ള ശ്രമം നടന്നു. ആ ശ്രമം നടക്കുന്നതിനിടെ ഈ കുട്ടി 2 തവണ ആ ശ്രമത്തിൽ നിന്നും കുതറി മാറി. അത് പിന്നെ അലറി വിളിക്കാൻ തുടങ്ങി. അതിനിടെയാണ് ഇതിൽ നിന്നും ഈ കുട്ടി പ്രശ്നമുണ്ടാക്കിയതോടെ, അലറി വിളിച്ച ആളുകളെ കൂട്ടാൻ ശ്രമിച്ചതോടെ ഈ കുളത്തിലേക്ക് തള്ളിയിടുകയും കഴുത്തിൽ ചവിട്ടി താഴേക്ക് ചെളി നിറഞ്ഞ കുളത്തിലിട്ട് കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തി. ആദ്യ ചവിട്ടി കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പിച്ചു. പക്ഷേ കുട്ടി വീണ്ടും ഉയർന്നു വന്നു. ആ സമയം വീണ്ടും കാലുകൊണ്ട് തന്നെ ചവിട്ടി കുളത്തിന് അടിയിലേക്ക് ഇട്ട് മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഇവിടെ നിന്ന് പോയത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ പ്രതിയുടെ വായിൽ നിന്ന് തന്നെ ഈ നടന്ന സംഭവങ്ങൾ കൃത്യമായി തന്നെ പോലീസ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം കാര്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇവിടെ നടന്നു എന്നുള്ളത് തന്നെയാണ് പ്രതി ഇപ്പോൾ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വീണ്ടും ഈ നാട്ടുകാർക്കിടയിലൂടെ തന്നെ വേണം പ്രതിയെ പോലീസ് വാഹനത്തിലേക്ക് എത്തിക്കാൻ. ആദ്യഘട്ടത്തിൽ ഉണ്ടായ പോലെ തന്നെ ഒരു പ്രതിഷേധം വീണ്ടും ഉണ്ടാകുമെന്നുള്ളതാണ്. അത് തള്ളിക്കളയാനാവില്ല. വലിയ പോലീസിന്റെ പോലും പ്രതിയെ ഇറക്കിയപ്പോൾ കണ്ട ആ ഒരു പ്രശ്നം അത് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. വലിയ അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ മാളയിലെ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി ജോജോയുമായി സംഭവ സ്ഥലത്ത് ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എങ്ങനെയാണ് ഈ കൃത്യം നടത്തിയത് എന്ന കാര്യം പോലീസിനോട് പ്രതി യാതൊരു ഭാവഭേദവുമില്ലാതെ വിശദീകരിക്കുന്നു. സമാനതകളില്ലാത്ത ക്രൂരതയാണ് തൃശൂർ മാളയിൽ നടന്നത്. ഞെട്ടലോടുകൂടിയാണ് അതിന്റെ വാർത്ത കേരളം കേട്ടത്. ലൈംഗിക ഉപദ്രവം ചെറുത്തതിന്റെ വൈരാഗ്യത്തിലാണ് കുട്ടിയെ കുളത്തിൽ മുക്കിക്കൊന്നത് എന്ന് പ്രതി ജോജോ ഇതിനോടകം സമ്മതിച്ചിട്ടുണ്ട്. നേരത്തെ പോലീസിനോട് ജോജോ അത് വിശദീകരിക്കുന്നതും നമ്മൾ കണ്ടു. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനിടയിൽ പ്രതിയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. വലിയ ജനരോഷം പോലീസ് മുന്നിൽ കണ്ടിരുന്നു. അതിന്റെ ഭാഗമായി കനത്ത സുരക്ഷ, കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമൊക്കെ ഈ തെളിവെടുപ്പിന് ഉറപ്പാക്കിയിരുന്നു. അതിനിടയിലും പ്രതിക്ക് നേരെ നാട്ടുകാരുടെ കയ്യേറ്റം ഉണ്ടായി. നാട്ടുകാർക്കിടയിലൂടെ തന്നെ വേണം വീണ്ടും പ്രതിയുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിലേക്ക് വീണ്ടും അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, വിവരങ്ങൾ. അശ്വിൻ, ആർത്തലച്ച് പ്രതിക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് പോലീസ് ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിനെ ചെറുത്തു നിൽക്കാൻ പോലീസ് വലിയ തോതിൽ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ നമുക്ക് കാണാവുന്നതാണ്, നാട്ടുകാർ ഈ പ്രതിയുടെ നേരെ അലറി വിളിച്ചുകൊണ്ടെത്തുകയാണ്. എന്തായാലും പോലീസ് അതിൽ നിന്നും പ്രതിയെ രക്ഷിക്കാൻ വലിയ പാടുപെടുന്നുമുണ്ട്. 100 കണക്കിന് പോലീസിന്റെ ഒത്ത നടുക്കായാണ് സുരക്ഷിതമായി ഈ പ്രതിയെ പോലീസ് കൊണ്ടുപോകുന്നത്. എന്നിട്ടും അടിക്കാനുള്ള, പ്രതിക്ക് നേരെ കയ്യേറ്റം നടത്താനുള്ള ശ്രമമൊക്കെ നടത്തുന്നു. പോലീസിന്റെ നടുവിലൂടെ പ്രതിയെ ഇപ്പോൾ ഇതാ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ്. വലിയ രോഷം ഇപ്പോഴും ഉടരുകയാണ്. കല്ലുകളൊക്കെ ഈ പോലീസ് വാഹനത്തിന് നേരേക്ക് നാട്ടുകാർ എറിയുന്നുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്നുള്ളത് തെളിവെടുപ്പ് പൂർത്തിയായി. എന്താണ് അവിടെ നടന്നത് എന്നുള്ള കാര്യം പോലീസിനോട് കൃത്യമായി തന്നെ ഈ പ്രതി സൂചിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും ഈ വന്നിറങ്ങിയപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ പ്രതിഷേധമാണ് ഇവിടെ നിന്ന് ഈ പ്രതിയുമായി പോകുമ്പോൾ ഉണ്ടാകുന്നത്. ആ പോലീസ് വാഹനത്തിന് പിന്നാലെ നാട്ടുകാരും വലിയ പ്രതിഷേധവുമായി രോഷവുമായി ഓടുന്നത് നമുക്ക് കാണാം. നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ആ വാഹനം കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള പ്രതിഷേധം അയാളുടെ ഭാഗത്തുനിന്ന്, നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ വാഹനത്തെ പ്രതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര വലിയ പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുന്നത് നമുക്ക് കാണാനാവുന്നുണ്ട്. പോലീസ് നടപടിക്കെതിരെ ഈ പോലീസ് നാട്ടുകാരെ തടഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ആ നാട്ടുകാരെ തടഞ്ഞതിനെതിരെയുള്ള പോലീസുമായുള്ള ഒരു തർക്കമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 100 കണക്കിന് ആളുകളുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറം വലിയൊരു തർക്കമാണ് പോലീസുമായി ഉണ്ടായത്. ആ പോലീസിൻ്റെ നടപടിയെ നാട്ടുകാർ വലിയ തോതിൽ എതിർക്കുന്നുണ്ട്. സുരക്ഷിതമായി പ്രതിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ആ തീരുമാനത്തിനെതിരെയാണ് നാട്ടുകാരുടെ വലിയ രോഷമുണ്ടാകുന്നത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേധമാണ് അത്. പക്ഷേ ഈ പോലീസ് പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയുമായി പോലീസ് ഇപ്പോൾ സ്ഥലത്ത് നിന്ന് പോയിട്ടുണ്ട്. ഈ ജനങ്ങളെ വകഞ്ഞു മാറ്റി തന്നെയാണ് ഈ പ്രതിഷേധ സ്ഥലത്ത് നിന്ന് പ്രതിയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് സംഘം മടങ്ങിയിട്ടുള്ളത്. എന്തായാലും അവിടെ വെച്ച് ഇയാൾ പോലീസിനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഇതുവരെ കേട്ടതിനും അപ്പുറമാണ്. ഈ കുട്ടി ആദ്യം മരിച്ചു എന്ന് കരുതി ഇവിടെ ചവിട്ടി താഴ്ത്തി, പിന്നീടും ആ കുട്ടി ഉയർന്നു വന്നപ്പോൾ രണ്ടാമത് വീണ്ടും ചവിട്ടി താഴ്ത്തി എന്നുള്ളത് അല്പസമയം മുമ്പ് അവിടെ വെച്ച് തന്നെ ഈ സ്ഥലത്ത് വെച്ച് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം ക്രൂരമായൊരു സംഭവമാണ് ഇയാളുടെ ഭാഗത്ത് നിന്ന് ഈ കുട്ടിക്ക് ഇന്നലെ നേരിടേണ്ടി വന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴാണ് കൂടുതൽ വ്യക്തത വരുന്നത്. എന്തായാലും അതൊക്കെ കേട്ടതിന് ശേഷം തന്നെയാണ് ആളുകളുടെ പ്രതിഷേധം രൂക്ഷമായി ഉണ്ടാകുന്നത്.
ഞാൻ പറയണമെന്നല്ല, എനിക്കും കൊണ്ടൊരു കുഞ്ച്. ചേട്ടാ ഞാൻ പറയാം 7 മണിക്ക് ഞങ്ങൾക്കൊരു പ്രതിഷേധം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പാടത്ത് 9 മണി വരെ ഞങ്ങളുടെ ഞങ്ങളെല്ലാവരും ഈ പാടത്തിന്റെ പക്കത്തും SI സുരേഷ് സാറടക്കം ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, സുരേഷ് സാറടക്കം ഞങ്ങൾ ഈ പാടത്തും പറമ്പിലും നടന്നവരുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഞങ്ങൾ അവിടെ അന്വേഷിച്ച് ലാസ്റ്റില് പോലീസ് നോക്കണേ. റിജിത്ത്, എന്തായാലും ആ പ്രതിഷേധമൊക്കെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ ഈ പ്രതിയുമായി സംഘം ഇവിടെ നിന്ന് പൂർണ്ണമായും മാറിയിട്ടുണ്ട്. എന്തായാലും ആ പ്രതിഷേധത്തിനപ്പുറത്തേക്ക് നാട്ടുകാരുടെ ഒരു അണപൊട്ടി ഒഴുകുന്ന രോഷം, അവരുടെ സങ്കടമൊക്കെയാണ് പ്രതിഷേധമായി നമ്മളിവിടെ കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇതാണ് ഈ 6 വയസ്സുകാരൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പെല്ലാം പൂർത്തിയാക്കി പോയ സാഹചര്യത്തിലും നാട്ടുകാരുടെ പ്രതിഷേധം, അവരുടെ സങ്കടം, അവരുടെ അമർഷമൊന്നും കുറയുന്നില്ല. അതങ്ങനെ കുറയുന്നതുമല്ല. എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്നുള്ളത് കൂടുതൽ വ്യക്തമായി പ്രതി തന്നെ പോലീസിന് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അത് അല്പം അല്ലെങ്കിൽ നമുക്ക് കേട്ടിരിക്കാൻ കഴിയുന്നതിനപ്പുറം ഈ ഒരു 6 വയസ്സുകാരനോട് എന്താണ് ഇയാൾ കാട്ടിയത് എന്നുള്ളത് ഒരു കൂസലുമില്ലാതെ, ഒരു ഭാവവ്യത്യാസവുമില്ലാതെ പ്രതി പറയുന്നതാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത്. പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അതിൽ നിന്നും ഈ കുട്ടി കുതറി മാറി. അതിനോടകം തന്നെ ഈ ചെളി നിറഞ്ഞ കുളത്തിലേക്ക് തള്ളിയിട്ടു, കഴുത്തിൽ ചവിട്ടി 2 തവണ അതിലേക്ക് പൂഴ്ത്തി വെച്ചു. മരിച്ചു എന്ന് ഉറപ്പാക്കി പോകാൻ ശ്രമിച്ചപ്പോൾ കുട്ടി വീണ്ടും ഉയർന്നു വന്നു. അപ്പോൾ തന്നെ വീണ്ടും ചവിട്ടി താഴേക്ക് വിട്ടു. വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് ഇങ്ങനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. പ്രതി ജോജോയുമായുള്ള തെളിവെടുപ്പിനിടെ നാട്ടുകാരുടെ ജനരോഷം അത് സ്വാഭാവികവുമാണ്. അവർക്ക് ആ വാർത്തയുടെ, ആ പിഞ്ചു കുഞ്ഞിൻ്റെ മരണവാർത്തയുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിൻ്റെ വേദനയൊന്നും വിട്ടുമാറിയിട്ടില്ല. അതിനിടയിലാണ് ഇങ്ങനെ പ്രതിയുമായി തെളിവെടുപ്പുണ്ടാകുന്നത്. പ്രതിക്ക് നേരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രതിക്ക് നേരെ കല്ലുകൾ അവർ വലിച്ചെറിയുന്നു. ഇപ്പോൾ കനത്ത സുരക്ഷയിൽ പ്രതി അവിടെ നിന്ന് തെളിവെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. SK നടത്തുന്ന കേരള യാത്ര ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പര്യടനം തുടരുകയാണ്. രാവിലെ വേങ്ങരയിൽ നിന്ന് ആരംഭിച്ച SK-N40 കേരള യാത്രയിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെ കൈകോർത്തു. ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് വേങ്ങരയിൽ നിന്നാണ്. വേങ്ങരയിലാണ് നമ്മുടെ 24 ചെയർമാൻ ആലിംഗൽ മുഹമ്മദിന്റെ വീട്. വേങ്ങര സഭാ സ്ക്വയർ ജനങ്ങളാൽ നിറഞ്ഞു. ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ ഓരോരുത്തരും സ്വയം ഭടന്മാരാണെന്ന് പ്രഖ്യാപിച്ചു. നിരവധി കൂട്ടായ്മകൾ ഐക്യദാർഢ്യവുമായി എത്തി. കേരള ജനത അങ്ങേയറ്റം നെഞ്ചിലേറ്റുന്ന പരിപാടിയാണ്. കാരണം എന്താന്ന് വെച്ചാല് ഈ ഏറ്റവും വലിയ സാമൂഹ്യ വിപത്താണ് മയക്കുമരുന്ന്. അത് തന്നെ. അപ്പൊ ഇതില് ഏറ്റവും പ്രയാസപ്പെടുന്നത് രക്ഷിതാക്കളാണ്, വിശിഷ്യ അമ്മമാരാണ്. ശേഷം ലഹരിക്കെതിരെയുള്ള ബോധവത്കരണ കലാപരിപാടികളുമായി കുറ്റാളൂർ സ്കൂളിന്റെ നടുമുറ്റത്തേക്ക്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, എൻജോയ് ലൈഫ്. പിന്നീട് പാണക്കാടിന്റെ മണ്ണിലേക്ക്. യഥാർത്ഥത്തിൽ കടലുണ്ടി ഇങ്ങനെയല്ല ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ വരൾച്ചുണ്ട്, എന്തോ ഒരു ഉറക്കപ്പിച്ചു പോലെ കുറച്ച് വെള്ളം കുറവായോണ്ടോ. സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച. നമ്മൾ വരുന്ന അറിഞ്ഞും കുറെ ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ടെന്ന്. ഹലോ, വളരെ സന്തോഷം. ഞാൻ വിചാരിക്കും ഇത് എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാവില്ല, എൻ്റെ മക്കളൊന്നും ഇതിന് പോയില്ല എന്നായിരിക്കും എല്ലാവരും ധരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വാർത്തകൾ വരുമ്പോൾ ഇതിന് അഡിക്റ്റ് അല്ലാത്തവർ ഇതിന്റെ ഇരകളാവുകയാണെന്നുള്ളതാണ്. കാരാത്തോട് GMLP സ്കൂളിൽ വെച്ച് PK കുഞ്ഞാലിക്കുട്ടി യാത്രയുടെ ഭാഗമായി. വളരെ സന്തോഷം. താങ്ക് യു. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ തന്നെ കുട്ടികൾ അറിയാതെ, വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ വരെ ലഹരിക്ക് അടിമപ്പെടുകയാണെന്നാണ് പറയുന്നത്. നമ്മൾ അറിയുന്നില്ല. വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടുകയാണ് SK-N40. മലപ്പുറം. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ജനകീയ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ ഓരോരുത്തരും രംഗത്തിറങ്ങണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തു.
സ്നേഹത്തിന്റെ മുഖമായി മലപ്പുറം നിൽക്കുമ്പോൾ അതിലെ തിലകക്കുറിയാണ് കൊടപ്പനക്കൽ തറവാട്. ലഹരിക്കും അക്രമത്തിനുമെതിരെ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരളയാത്ര സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അടുത്തെത്തി. നിറഞ്ഞ മനസ്സോടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മലയാളി സമൂഹം തന്നെ അങ്ങേയറ്റത്തെ ഞെട്ടലോടെയാണ് ഈ ഓരോ ദിവസത്തെയും വാർത്തകൾ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. കാരണം ഇതിന് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കേണ്ടവർ തന്നെ, ആരും വിട്ടു നിൽക്കാൻ പാടില്ല. ഇത് ഒരു ടോട്ടൽ മാസ് തന്നെ ഇത് ഏറ്റെടുത്ത് ഞങ്ങൾക്കത് ഫീൽ ചെയ്യുന്നറിയാം. ഞങ്ങൾ ഈ മലബാറിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴേ ആളുകൾ വേറെ രീതിയിലൊരു ആവേശം അതിനകത്ത് എന്ന് വെച്ചാൽ ഇത് ചെറുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ആൾക്കാർ നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ഒരുപാട് ആളുകൾ കൂടുന്നു. അവർ അമ്മമാരൊക്കെ അഭിപ്രായങ്ങൾ, ഉമ്മമാര് ബാപ്പമാരും അവർ നേരിടുന്ന ദൈന്യതകൾ നമ്മൾ പറയുന്നു. ലഹരിയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാൻ ഇതുപോലെ നാട് മുഴുവൻ രംഗത്തിറങ്ങണമെന്ന് സാദിഖ് അലി തങ്ങളുടെ ആഹ്വാനം. കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ കേരളം ഒരുമിക്കുന്ന കാഴ്ചയാണ് SKN 40 കാണുന്നത്. 24 മലപ്പുറം. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. എറണാകുളം അമൃത ആശുപത്രിയിൽ രക്താർബുദത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. നിലവിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചാത്തന്നൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. കൊല്ലം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ നിന്ന് KSU പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തനം, KSU യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയായി മുഖ്യധാരയിലേക്ക്. വീക്ഷണം ദിനപത്രത്തിലെ കൊല്ലം ജില്ലാ ലേഖനായി. പിന്നീട് വീക്ഷണത്തിൽ നിന്ന് രാജിവെച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകന്റെ കുപ്പായമണിഞ്ഞു. കൊല്ലത്ത് നിന്ന് ലോക്സഭയിലേക്കും ചാത്തന്നൂരിൽ നിന്ന് നിയമസഭയിലേക്കും ജനവിധി നേടിയ രാജശേഖരൻ DCC പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി, KPCC മാധ്യമവിഭാഗം ചെയർമാൻ, കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സൗമ്യമായ പെരുമാറ്റത്തിലൂടെ രാഷ്ട്രീയത്തിൽ ഇടം പിടിച്ച വ്യക്തിയായിരുന്നു ശൂരനാട് രാജശേഖരൻ എന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അനുശോചിച്ചു. പാർട്ടിക്കും തനിക്കും വ്യക്തിപരമായ നഷ്ടമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ വളരെയേറെ ശ്രമകരമായി തന്നെ പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ്. ശൂരനാട് രാജശേഖരന്റെ വിയോഗം കോൺഗ്രസിന് നഷ്ടമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ അനുശോചിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർ ശൂരനാട് രാജശേഖരന് അന്ത്യോപചാരം അർപ്പിച്ചു. 24 കൊല്ലം. എറണാകുളത്ത് അഭിഭാഷകരും മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകരായ വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷം. അർദ്ധരാത്രിയോടെ ജില്ലാ കോടതി വളപ്പിലും മഹാരാജാസ് കോളേജ് വളപ്പിലുമാണ് ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടിയത്. 16 വിദ്യാർത്ഥികൾക്കും 4 അഭിഭാഷകർക്കും പരിക്കേറ്റു. എറണാകുളം ജില്ലാ കോടതിയിലെ ബാർ അസോസിയേഷന്റെ പരിപാടിയിലേക്ക് മഹാരാജാസിലെ വിദ്യാർത്ഥികൾ നുഴഞ്ഞുകയറി പ്രശ്നമുണ്ടാക്കിയെന്നാണ് അഭിഭാഷകരുടെ ആരോപണം. വനിതാ അഭിഭാഷകരോടടക്കം വിദ്യാർത്ഥികൾ മോശമായി പെരുമാറി. എല്ലാ കൊല്ലവും കുട്ടികൾ ഇവിടെ വരാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. ഈ കഴിക്കുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല. അതിനുശേഷം വക്കീലന്മാർക്ക് മാത്രമായിട്ടുള്ള ഇവന്റുകളിൽ വന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് ഇവരെ പുറത്താക്കിയത്. അല്ലാതെ ഇവരെ ഞങ്ങൾക്ക് പുറത്താക്കണമെന്ന് വേറെ ആഗ്രഹമൊന്നുമില്ല. ഇവിടുന്ന് പുറത്താക്കുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷമാണ് കൂട്ടമായിട്ട് ആളുകൾ വന്ന് ഈ പറയുന്ന ആക്രമണങ്ങൾ ഇവിടെ നടത്തിയത്. മദ്യപിച്ച് അഭിഭാഷകർ വിദ്യാർത്ഥിനികളോടക്കം മോശമായി പെരുമാറിയതാണ് സംഘർഷത്തിന് കാരണമായതെന്ന് SFIയുടെ മറുവാദം. SFI പ്രവർത്തകർ അനാവശ്യമായി സംഘർഷമുണ്ടാക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളുടെയും പുറകിൽ ഈ വിദ്യാർത്ഥികൾ ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ലഹരി വ്യാപനത്തിൻ്റെ കണ്ണികൾ കൂടിയായി ഇവർ മാറിയിരിക്കുകയാണ്. ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുത്ത്, രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുത്ത് ഇവർക്ക് മുഴുവൻ ഇവരെ ക്രിമിനലുകളാക്കിയുള്ളൊരു പുതിയ തലമുറയെ മാറ്റിയാണ് CPM. എറണാകുളം ജില്ലാ കോടതിയിൽ നടന്ന സംഘർഷത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരിക്കേറ്റവരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനടക്കം കേസെടുക്കും. 24 കൊച്ചി. ഭിന്നശേഷിക്കാർക്കായി പാലക്കാട് നഗരസഭ നിർമ്മിക്കുന്ന നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിൽ കടുത്ത പ്രതിഷേധം. നഗരസഭാ നടപടിക്കെതിരെ DYFIയും യൂത്ത് കോൺഗ്രസും തറക്കല്ലിടൽ ചടങ്ങ് തടസ്സപ്പെടുത്തി. നൈപുണ്യ കേന്ദ്രത്തിന്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ആദ്യം പ്രതിഷേധവുമായി എത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പ്രതിഷേധവുമായി എത്തിയ DYFI പ്രവർത്തകർ ഹെഗ്ഡേവാറിന്റെ പേരുള്ള ശിലാഫലകം അടിച്ചു തകർത്തു. പേര് മാറ്റാതെ കെട്ടിടം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് DYFI.
ഇത് ഗുജറാത്തുമല്ല, ഇത് കേരളമാണ്. ഇപ്പോൾ തീർച്ചയായും ഇവിടെ ഹെഡ്ഗവാറിനെ പോലെ ഒരു വർഗീയവാദിയുടെ നാമം, ഹെഡ്ഗവാറിനെ പോലെ ഒരു തീവ്രവാദിയുടെ നാമം, ഹെഡ്ഗവാറിനെ പോലെ RSSന് ജന്മം നൽകിയ ഒരു ഫാസിസ്റ്റിൻ്റെ നാമം ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഏത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിനായാലും നൽകാൻ ഞങ്ങൾ അനുവദിക്കില്ല. പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നൈപുണ്യ കേന്ദ്രത്തിന് KB ഹെഗ്ഡേവാറിന്റെ പേര് നൽകുന്നതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഇതെന്തോ പരസ്യമായി പറയാൻ കൊള്ളാത്തതാണെന്ന് ഇവർക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്. ഇവർക്ക് തന്നെ അങ്ങനെ ആത്മവിശ്വാസമുണ്ട്, അങ്ങനെ പരസ്യമായി പറയാൻ പാടില്ലാത്തതാണെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമായി ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത്. അതിനെ ഞങ്ങൾ പ്രതിരോധിക്കും. ഇത് RSSകാരൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പാരമ്പര്യ ഭൂമിയൊന്നുമല്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിലും സ്ഥലത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധങ്ങൾക്കിടെ നൈപുണ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു. 24 പാലക്കാട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പോലീസ് ED പോരുമുറുകുന്നു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറിയില്ലെന്ന പോലീസിന്റെ ആരോപണം ED തള്ളി. രേഖകൾ ED പോലീസിന് നൽകിയതിന്റെയും പിന്നീട് തിരികെ ആവശ്യപ്പെട്ടതിന്റെയും തെളിവുകൾ 24ന് ലഭിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ തങ്ങളുടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖകൾ കൈമാറാത്തത് കാരണമെന്ന് പോലീസ് ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇത് രേഖകൾ സഹിതം ED പൂർണ്ണമായും തള്ളുന്നു. വിചാരണ കോടതി മുഖേന ക്രൈംബ്രാഞ്ചിന് മുഴുവൻ രേഖകളും കൈമാറി. കോടതിയിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് രേഖകൾ കൈപ്പറ്റിയത്. മുഴുവൻ രേഖകളുടെയും ഒറിജിനൽ നൽകിയിട്ടുണ്ട്. 4 മാസത്തേക്കാണ് രേഖകൾ വിട്ടു നൽകാൻ കോടതി നിർദ്ദേശിച്ച സമയപരിധിയെന്നും ഇത് കഴിഞ്ഞിട്ടും രേഖകൾ തിരികെ നൽകാതായപ്പോൾ തങ്ങൾ വീണ്ടും കോടതിയെ സമീപിച്ചിരുന്നുവെന്നും ED വ്യക്തമാക്കുന്നു. രേഖകൾ തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് നൽകിയ മറുപടിയെന്നും ED രേഖകൾ സഹിതം ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ PMLA പരിധിയിൽ വരാത്ത പ്രതികളുടെ പട്ടിക പോലീസിന് കൈമാറുമെന്ന് ED വ്യക്തമാക്കി. സാങ്കേതിക നടപടിക്രമമെന്ന നിലയിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷമായിരിക്കും കൈമാറ്റം. 24 തിരുവനന്തപുരം. തീരുവ നടപ്പാക്കുന്നതിൽ 90 ദിവസത്തെ ഇളവ് പ്രഖ്യാപിച്ച ട്രംപിന്റെ തീരുമാനത്തെ തുടർന്ന് ഇന്ത്യൻ വിപണികളിൽ ഉണർവ്. വ്യാപാരാരംഭത്തിൽ സെൻസെക്സ് 1400 പോയിന്റ് ഉയർന്നു. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിലെത്തി. പവൻ ഇന്ന് ഒറ്റയടിക്ക് കൂടിയത് 1480 രൂപയാണ്. തീരുവയുദ്ധം ആഗോള മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്ന സൂചനയിൽ സ്വർണ്ണ വിപണി കുതിച്ചു കയറിയപ്പോൾ അമേരിക്കൻ ഓഹരി കടപ്പത്ര വിപണികൾ ഇടിവിലേക്ക് പോവുകയായിരുന്നു. ട്രംപ് എന്തും ചെയ്യുമെന്ന തോന്നലിലെ ആശങ്ക മൂലം അമേരിക്കൻ ആസ്തികളും കടപ്പത്രങ്ങളും നിക്ഷേപകർ വിറ്റഴിച്ചതാണ് വിപണികൾക്ക് തിരിച്ചടിയായത്. ഓഹരി വിപണി ഉപേക്ഷിച്ച നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിഞ്ഞപ്പോൾ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില 2 ദിവസം കൊണ്ട് 7% ഉയർന്നു. ആഗോള വിപണിയിൽ സ്വർണ്ണവില $3219 ഉയർന്നതോടെ സംസ്ഥാനത്തും സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിലെത്തി. വെറും 3 ദിവസം കൊണ്ട് സ്വർണം പവന് കൂടിയത് 4140 രൂപയാണ്. ഇന്ന് മാത്രം പവന് 1480 രൂപ കൂടി. 69,960 രൂപയാണ് ഇന്ന് ഒരു പവന്റെ വില. ഇന്നത്തെ വില പ്രകാരം ഒരു പവൻ സ്വർണം ആഭരണ രൂപത്തിൽ വാങ്ങാൻ 75,000 രൂപയെങ്കിലും മുടക്കേണ്ടി വരും. തീരുവ വിഷയത്തിൽ മയപ്പെടാൻ ട്രംപ് തയ്യാറായതും RBIയുടെ പലിശ കുറയ്ക്കലും ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണികളെ ആശ്വാസപ്പച്ചയിലെത്തിച്ചു. എല്ലാ മേഖലകളിലെ ഓഹരികളും നേട്ടത്തിലാണ്. വരും ദിവസങ്ങളിലെ ട്രംപിന്റെ തീരുമാനങ്ങൾ ആഗോള വിപണികളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് നിക്ഷേപകർ. ബിസിനസ് ഡെസ്ക് 24. ന്യൂയോർക്കിലെ ഹഡ്സൺ നദിയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് പൈലറ്റ് അടക്കം 6 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 3 പേർ കുട്ടികളാണ്. സ്പെയിനിൽ നിന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. മാൻഹട്ടനിൽ നിന്ന് പറന്ന വിമാനം സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ ചുറ്റി പറക്കുന്നതിനിടെ ഹഡ്സൺ നദിയിൽ പതിക്കുകയായിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ബെൽ 206 ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്ന് റിപ്പോർട്ടുണ്ട്. സീമെൻസിന്റെ പ്രസിഡന്റും സിഇഒയുമായ അഗസ്റ്റിൻ എസ്കോബാറും കുടുംബവുമാണ് മരിച്ചതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. അപകടം നടക്കുന്നതിന് തൊട്ടുമുൻപ് ഹെലികോപ്റ്ററിൽ നിന്ന് റോട്ടർ ബ്ലേഡ് വേറിട്ടുപോയതായി ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട്. അപകടത്തെക്കുറിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു. അപകട ദൃശ്യങ്ങൾ ഭയാനകമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. കണ്ണൂർ അഴീക്കോട് അമ്മയെയും 2 കുട്ടികളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മീൻകുന്ന് സ്വദേശി ഭാമയും മക്കളായ ശിവനന്ദ്, അശ്വന്ത് എന്നിവരുമാണ് മരിച്ചത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നു പുലർച്ചെ 2 മണിയോടെയാണ് ഭാമയെയും 2 മക്കളെയും കാണാതായത്. വീട്ടിൽ കൂടെയുണ്ടായിരുന്ന ഭാമയുടെ സഹോദരി ബന്ധുക്കളെയും പോലീസിനെയും വിവരം അറിയിച്ചു. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ 3 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിണറ്റിൽ അന്നേരം നോക്കിയാലും കണ്ടിട്ടില്ല. കിണറ്റിൽ നോക്കിയാലും കണ്ടില്ല വെച്ച് കഴിഞ്ഞാൽ ഇത് അടിയിലല്ലേ ഉള്ളത്. മുകളിൽ നമ്മൾ ടോർച്ചടിച്ച് നോക്കി, രാത്രിയല്ലേ ടോർച്ചടിച്ച് നോക്കി, അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവർ വീട്ടിൻ്റെ ഉള്ളിൽ അവർ
അവരോട് ശരിക്കും അവർക്ക് ഒന്നും പറയാൻ കഴിയില്ല. അവർ ആ ഒരു ഫീലിങ്സിൽ പോയതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുകയല്ലേ ചെയ്യുന്നു. അങ്ങനെ പോയി നമ്മൾ വെറുതെ വന്ന് കിണറ്റിൽ പിന്നെ ഒരു ഇതെല്ലാം ഇട്ട് നോക്കി. ഇടയിലെ നാട്ടുകാരെല്ലാം കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഇത് കണ്ട്. 2 കുട്ടികളെയും കിണറ്റിലെറിഞ്ഞ ശേഷം ബാമ കിണറിൽ ചാടി ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ നിഗമനം. ബാമ ചില മാനസിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നുവെന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി. എന്നാൽ ആത്മഹത്യ ചെയ്യാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. 24 കണ്ണൂർ. പാലക്കാട് ജില്ലയിൽ 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 15ാമത്തെ വീടിന് തറക്കല്ലിട്ടു. പട്ടഞ്ചേരി പഞ്ചായത്തിലെ 16ാം വാർഡിൽ മുല്ലക്കൽ കൊളംബിയിലെ രാധികയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ചടങ്ങിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ VO സുമേഷ്, ഫ്ലവേഴ്സ് ഫാമിലി ക്ലബ്ബ് പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി IPL വിശേഷങ്ങൾ. IPL-ൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് സ്വന്തം മൈതാനത്തിറങ്ങും. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ചെന്നൈയുടെ എതിരാളികൾ. ഋതുരാജ് ഗെയ്ക്വാദ് പരിക്കേറ്റ് പുറത്തായതോടെ മഹേന്ദ്ര സിംഗ് ധോണിയാണ് ചെന്നൈയെ നയിക്കുക. ഒരിടവേളയ്ക്ക് ശേഷം ധോണി വീണ്ടും നായകക്കുപ്പായത്തിലെത്തുന്നു. ക്യാപ്റ്റൻസിയിലെ മഹേന്ദ്രജാലം കാണാൻ ചെപ്പോക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ തലയ്ക്കും കൂട്ടർക്കും കാര്യങ്ങൾ ഇത്തവണ അത്ര എളുപ്പമല്ല. തുടർച്ചയായ 5ാം തോൽവി എന്ന നാണക്കേടിന്റെ വക്കിൽ നിന്നാണ് ചെന്നൈ ഇന്ന് കൊൽക്കത്തയെ നേരിടുന്നത്. നേരത്തെ 2010-ലും 2022-ലും ചെന്നൈ 4 കളികൾ തുടർച്ചയായി തോറ്റിരുന്നു. 2010-ൽ കിരീടം നേടി തിരികെ വന്നപ്പോൾ 22-ൽ 9ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ചെന്നൈ ബോളിംഗ് നിര റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്ക് കാട്ടുന്നതേയില്ല. നൂർ അഹമ്മദും ഖലീൽ അഹമ്മദും വിക്കറ്റ് എടുക്കുന്നതൊഴിച്ചാൽ മറ്റാരും ബാറ്റർമാർക്ക് വെല്ലുവിളിയാകുന്നില്ല. അടിച്ചു തകർത്ത് റൺസ് നേടാൻ ബാറ്റർമാരും മെനക്കെടുന്നില്ല. പതിവിന് വിപരീതമായി ഫീൽഡിംഗ് നിരയും ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തുന്നു. മറുവശത്ത് സ്ഥിരതയില്ലായ്മയാണ് കൊൽക്കത്തയുടെ പ്രശ്നം. ഫിനിഷർമാരുടെ നീണ്ട നിരയും സുനിൽ നരയൻ, വരുൺ ചക്രവർത്തി സ്പിൻ കൂട്ടുകെട്ടും കൊൽക്കത്തയ്ക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. ചെപ്പോക്കിൽ ഇനിയൊരു തോൽവി കൂടി ചെന്നൈക്ക് താങ്ങാനാകില്ല. ധോണിയുടെ ചിറകിലേറി വിജയവഴിയിൽ തിരിച്ചെത്താനാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24.